നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും വിഷുമായ സ്വാമി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വരാൻ പോകുന്ന സെപ്റ്റംബർ മാസം ചില നക്ഷത്രക്കാരെ സംബന്ധിച്ച് അത്ര നല്ല കാലമല്ല. ഗ്രഹങ്ങളുടെ സ്ഥാനക്കയറ്റവും അതുപോലെ തന്നെ ദോഷസ്ഥിതിയും കാരണം വലിയ പരീക്ഷണങ്ങളും കഷ്ടപ്പാടുകളും നേരിടേണ്ടി വരുന്ന ചില നക്ഷത്രക്കാരുണ്ട്. സെപ്റ്റംബർ മാസം ഇവർക്ക് കഷ്ടകാലം എന്ന് തന്നെ പറയേണ്ടി വരുന്നതാണ്. നിങ്ങൾ വിചാരിക്കാത്ത ഭാഗത്തു നിന്നും വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, കുടുംബത്തിൽ കലഹങ്ങൾ എന്നിവയൊക്കെ ഈ മാസം ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർ വളരെയധികം സൂക്ഷിക്കണം. ഏതൊക്കെയാണ് ആ നക്ഷത്രങ്ങൾ, എന്തൊക്കെ അപകടങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത്, എങ്ങനെ ഇതിൽ നിന്നും രക്ഷ നേടാം എന്നുള്ള ജ്യോതിഷപരമായി ഈ കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിലൂടെ വിശദമായി മനസ്സിലാക്കി തരുന്നതാണ്. വീഡിയോ പൂർണ്ണമായും കാണുവാൻ ശ്രമിക്കുക, ഒരു കാര്യവും വിട്ടുപോകരുത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. സുഹൃത്തുക്കളെ, ജ്യോതിഷപ്രകാരം ഗ്രഹങ്ങളുടെ രാശിമാറ്റവും അവയുടെ ദിഷ്ടിയുമാണ് നമ്മുടെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളൊക്കെ നിശ്ചയിക്കുന്നത്, അല്ലേ? ഈ സെപ്റ്റംബർ മാസത്തിൽ സൂര്യൻ, ചൊവ്വ, ശനി തുടങ്ങിയ പ്രധാന ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങളിൽ വലിയ മാറ്റങ്ങളൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. ചില രാശികൾ ഈ ഗ്രഹങ്ങൾ ശത്രുസ്ഥാനത്തോ ദോഷസ്ഥാനത്തോ ഒക്കെ വരുന്നു. ഇത് പ്രകൃതിയിലും നമ്മുടെ മനുഷ്യരിലും വലിയ സ്വാധീനം ചെലുത്തുന്നതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ പറയാൻ പോകുന്ന നക്ഷത്രക്കാരുടെ ചാരബലം നോക്കുകയാണെങ്കിൽ അവർക്ക് ഈ മാസം വലിയ പ്രതിബന്ധനങ്ങളുടെ ഒരു സമയം തന്നെയാണെന്ന് പറയാം. ജോലി സ്ഥലത്തും അതുപോലെ തന്നെ ബിസിനസ്സിനും വിചാരിക്കാത്ത തടസ്സങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ് ഇവർക്ക്. ഏതൊക്കെയാണ് ആ നക്ഷത്രങ്ങളെന്ന് നമുക്ക് നോക്കാവുന്നതാണ്. ഒന്നാമത്തെ നക്ഷത്രം കാർത്തിക. സാമ്പത്തിക നഷ്ടവും മാനസിക സമ്മർദ്ദവും. ഈ സെപ്റ്റംബർ മാസത്തിൽ കാർത്തിക നക്ഷത്രക്കാർക്ക് സാമ്പത്തിക കാര്യങ്ങളിലേക്ക് വലിയ തിരിച്ചടികൾ ഉണ്ടാവുന്നത് സമയമാണ്. വിചാരിക്കാത്ത ചെലവുകളൊക്കെ വന്നു ചേരുന്നതായിരിക്കും ഇവർക്ക്. കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. ജോലി സ്ഥലത്ത് സഹപ്രവർത്തകരുമായി തർക്കങ്ങളൊക്കെ ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. ദേഷ്യം നിയന്ത്രിച്ചില്ലെങ്കിൽ വലിയ വില നൽകേണ്ടി വരുന്ന ഒരു സമയമാണ് ഇവർക്ക്. രണ്ടാമത്തെ നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് ഈ മാസത്തിൽ ആരോഗ്യകാര്യങ്ങളിൽ കടുത്ത ജാഗ്രത വേണ്ട ഒരു സമയമാണ്. വിട്ടുമാറാത്ത രോഗങ്ങൾ ഉള്ളവർ കൃത്യമായി മരുന്ന് കഴിക്കുക. യാത്ര ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തേണ്ട ഒരു സമയമാണ് ഇവർക്ക്. കുടുംബത്തിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ വഴക്കുകളൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ് ഇവർക്ക്. പങ്കാളിയുമായി സംസാരിക്കുമ്പോൾ വാക്കുകളൊക്കെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് ആയില്യം നക്ഷത്രക്കാർക്ക്. അടുത്തതായി വരുന്ന നക്ഷത്രം ചോതി നക്ഷത്രമാണ്. സെപ്റ്റംബർ മാസത്തിൽ തൊഴിൽ രംഗത്ത് വലിയ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന ചോതി നക്ഷത്രക്കാർ ഈ മാസം അതിനൊന്നും പുതുതായി തുടക്കം കുറിക്കരുത്. പുതിയ ബിസിനസ് തുടങ്ങാനോ വലിയ തുക നിക്ഷേപിക്കാനോ ഉള്ള സമയമല്ല നിങ്ങൾക്ക് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നല്ലതായിരിക്കും. നിങ്ങൾ ചെയ്യാത്ത തെറ്റുകൾക്ക് അപവാദങ്ങളൊക്കെ കേൾക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. രഹസ്യങ്ങൾ പൊതുവെ ആരുമായിട്ട് പങ്കുവെക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നാലാമതായി വരുന്ന നക്ഷത്രം തൃക്കേട്ടയാണ്. തൃക്കേട്ട നക്ഷത്രക്കാരെ തേടി ഈ മാസം വലിയ ചതിക്കുഴികൾ വന്നേക്കാമെന്നതാണ് പറയുന്നത്. വിശ്വസ്തരായ സുഹൃത്തുക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ പോലും നിങ്ങൾക്ക് വഞ്ചന നേരിടേണ്ടി വരുന്ന ഒരു സമയമാണ് ഇവർക്ക്. ഒപ്പുവെക്കുന്ന രേഖകൾ കൃത്യമായി വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. കോടതി കാര്യങ്ങളിലോ നിയമപരമായ പ്രശ്നങ്ങളോ ചെന്നു ചാടാതെ ശ്രദ്ധിക്കുക. അഞ്ചാമതായി വരുന്ന നക്ഷത്രം പൂരാടം. പൂരാടം നക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ മാസത്തിൽ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും കൃത്യസമയത്ത് നടക്കുന്നതായിരിക്കില്ല. അനാവശ്യമായ യാത്രകൾ കാരണം നിങ്ങളുടെ പണവും സമയവും ഒക്കെ നഷ്ടപ്പെടുന്നതായിരിക്കും. മാനസികമായി വലിയ അസ്വസ്ഥതകൾ ഈ മാസം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നതായിരിക്കും. ശത്രുക്കളിലെ ശല്യമൊക്കെ വർദ്ധിക്കാനുള്ള സാധ്യതകളൊക്കെ ഉള്ളൊരു സമയമാണ് ഇവർക്ക്.
ഇപ്പോൾ നമ്മൾ പറഞ്ഞ നക്ഷത്രക്കാർ മാത്രമല്ല, പൊതുവെ ദോഷകാലമുള്ള എല്ലാവരും ഈ സെപ്റ്റംബർ മാസത്തിൽ ചില കാര്യങ്ങൾ നിർബന്ധമായി ശ്രദ്ധിക്കണം. രാത്രികാലങ്ങളിൽ പരമാവധി യാത്രകളൊക്കെ ഒഴിവാക്കുക, വേഗതയൊക്കെ കുറയ്ക്കുക. അതുപോലെ തന്നെ ഓൺലൈൻ തട്ടിപ്പുകളിലൊക്കെ വീഴാതെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ആർക്കും പണം കടം കൊടുക്കുകയും ചെയ്യരുത്. വാക്കുകൾ സൂക്ഷിച്ചെങ്കിൽ വൻ വിപത്ത് എന്ന അവസ്ഥയാണ്. ദേഷ്യം വരുമ്പോൾ മൗനം പാലിക്കുക എന്നതും ഇപ്പോൾ ചെയ്യേണ്ട കാര്യമാണ്. ചെറിയ ശാരീരിക അസ്വസ്ഥതകൾ പോലും അവഗണിക്കരുത്. ഡോക്ടറെ കാണിക്കുക. ദോഷങ്ങൾ ഉണ്ടെന്ന് കരുതി നമ്മൾ ഭയപ്പെടേണ്ടതല്ല ചെയ്യേണ്ടത്, മറിച്ച് അതിനെ മറികടക്കാനുള്ള വഴികൾ തേടുകയാണ് ചെയ്യേണ്ടത്. ഈ കഷ്ടകാലത്തു നിന്നും രക്ഷ നേടാൻ ജ്യോതിഷപ്രകാരം ചെയ്യാവുന്ന ചില ലളിതമായ പരിഹാര മാർഗങ്ങളാണ് ഇനി നമ്മൾ പറയുന്നത്. നിങ്ങൾ ദിവസവും രാവിലെയും അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലോ ഹനുമാൻ ചാലിസ ജപിക്കുന്നത് നിങ്ങൾക്ക് ഭയവും അതുപോലെ തന്നെ ദോഷങ്ങളൊക്കെ അകറ്റാൻ ഏറ്റവും നല്ലതാണ് ഹനുമാൻ ചാലിസ ജപിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസം നിർബന്ധമായി നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി വഴിപാടുകൾ നടത്തുക. ശിവക്ഷേത്രത്തിലോ വിശ്വക്ഷേത്രത്തിലോ ഉള്ള ദർശനം ദോഷങ്ങളുടെ കാഠിന്യങ്ങളൊക്കെ കുറയ്ക്കുന്നതായിരിക്കും. ശനിയാഴ്ചകളിൽ പാവപ്പെട്ടവർക്ക് അന്നദാനമോ അല്ലെങ്കിൽ വസ്ത്രദാനമോ നൽകുന്നത് ശനിദോഷവും മറ്റ് ഗ്രഹദോഷങ്ങളൊക്കെ അകറ്റാനൊക്കെ ഉത്തമമാണെന്നാണ് പറയുന്നത്. ദിവസവും രാവിലെ നവഗ്രഹ സ്തോത്രം ചൊല്ലുന്നത് ഗ്രഹങ്ങളുടെ അനിഷ്ടസ്ഥിതി മാറാനൊക്കെ സഹായിക്കുന്നതാണ്. ഇപ്പോൾ സുഹൃത്തുക്കളെ, ജ്യോതിഷം എന്നതൊരു വഴികാട്ടി മാത്രമാണ്. വരാൻ പോകുന്ന വിപത്തുകളെക്കുറിച്ച് മുൻകൂട്ടി അറിഞ്ഞ് ജാഗ്രത പാലിച്ചാൽ നമുക്ക് വലിയ അപകടങ്ങളിൽ നിന്ന് പോലും രക്ഷ നേടാവുന്നതാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് ഈ സെപ്റ്റംബർ മാസം അതീവ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഉപകാരപ്പെടാൻ വേണ്ടി തീർച്ചയായും ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ ജ്യോതിഷ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.